നമസ്കാരം, എല്ലാവർക്കും സോഷ്യൽ സ്ഫിയർ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന പ്രധാനപ്പെട്ട സോഷ്യൽ വർക്ക് മെത്തേഡിനെ കുറിച്ചാണ്. കമ്മ്യൂണിറ്റി സ്വന്തമായി മുന്നോട്ട് പോകാൻ, ആവശ്യങ്ങൾ തിരിച്ചറിയാൻ, ആസൂത്രണം ചെയ്ത് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രീയമായ രീതിയാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. ഇതിൽ ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്സ്, അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോഷ്യൽ സയൻസ് വിദ്യാർത്ഥികൾക്കും അതുപോലെ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾക്കും അതുപോലെ അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കുമെല്ലാം വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു കമ്മ്യൂണിറ്റി പരസ്പര സഹകരണത്തിലൂടെ ആവശ്യങ്ങൾ തിരിച്ചറിയാനും പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും സമൂഹത്തിൻ്റെ ശാക്തീകരണത്തിന് ഒരടിസ്ഥാനമായി പ്രവർത്തിക്കാനുമുള്ള പ്രക്രിയയാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊറേജി റോസ് 1967 കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ്: കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് a community identifies needs or objectives, takes action, and through this process develops cooperative and collaborative attitudes and practices within a community. അതായത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്നത് ഒരു കമ്മ്യൂണിറ്റി തങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുകയും നടപടി സ്വീകരിക്കുകയും അങ്ങനെ ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തമ്മിൽ അവരുടെ സഹകരണവും കൂട്ടായ്മയും എല്ലാം വളർത്തിയെടുക്കുന്ന ആ ഒരു രീതിയാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണ്. ആദ്യത്തേത് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം തിരിച്ചറിയുക. രണ്ടാമത്തേത് പരസ്പര വിശ്വാസം, കൂട്ടായ്മ, സഹപ്രവർത്തനം എന്നിവ വളർത്തുക. മൂന്നാമത്തേത് സമൂഹത്തിലെ ആളുകൾക്ക് അവരുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും മനസ്സിലാക്കുന്നതിനായി അവബോധം ഉണ്ടാക്കുക. നാലാമത്തേത് ജനങ്ങളുടെയും സംഘടനകളുടെയും സജീവ പങ്കാളിത്തം വഴി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. അഞ്ചാമത്തേത് ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങൾ തുടങ്ങിയ സേവനങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ആറാമത്തേത് ശാക്തീകരണത്തിലൂടെ സ്വയം തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സമൂഹത്തെ സജ്ജമാക്കുക. ഏഴാമത്തേത് സമൂഹത്തിൽ സമത്വം നിലനിർത്തുന്നതിനും സാമൂഹിക നീതിക്ക് വേണ്ടി അടിസ്ഥാനമൊരുക്കുന്നതിനും ഇടയാക്കുക. ഇത്രയുമാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ എന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്. HY സിദ്ദിഖി 1997 ഒബ്ജക്റ്റീവ്സ്, പ്ലാനിംഗ്, അതുപോലെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ 8 പ്രിൻസിപ്പിൾസ് പ്രപ്പോസ് ചെയ്തു. ഒന്നാമത്തേത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്, രണ്ടാമത്തേത് പ്ലാനിംഗ്, മൂന്നാമത്തേത് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ, നാലാമത്തേത് ഇൻ്റർ ഗ്രൂപ്പ് അപ്രോച്ച്, അഞ്ചാമത്തേത് ഡെമോക്രാറ്റിക് ഫങ്ഷനിങ്, ആറാമത്തേത് ഫ്ലെക്സിബിൾ ഓർഗനൈസേഷൻ, ഏഴാമത്തേത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഇൻഡിജിനസ് റിസോഴ്സസ്, എട്ടാമത്തേത് കൾച്ചറൽ ഓറിയൻറ്റേഷൻ. ആദ്യത്തേത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ആണ്. അതായത് കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി പ്രാധാന്യമുള്ളതും കൈവരിക്കാവുന്നതുമായ ലക്ഷ്യങ്ങൾ രൂപകൽപ്പന ചെയ്യുക. രണ്ടാമത്തേത് പ്ലാനിംഗ് ആണ്. സാധ്യതയുള്ള വെല്ലുവിളികൾ കണക്കിലെടുത്ത് വിവിധ കാഴ്ചപ്പാടുകൾ പരിഗണിച്ച് വിശദമായ പദ്ധതി തയ്യാറാക്കുക. മൂന്നാമത്തേത് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ആണ്. പദ്ധതി ആസൂത്രണം മുതൽ നടപ്പാക്കൽ, വിലയിരുത്തൽ വരെ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളെ എന്ത് ചെയ്യണം? സജീവമായിട്ട് പങ്കെടുപ്പിക്കണം. നാലാമത്തേത് ഇൻ്റർ ഗ്രൂപ്പ് അപ്രോച്ചാണ്. അതായത് കമ്മ്യൂണിറ്റിയിലെ വൈവിധ്യം അംഗീകരിക്കുകയും വ്യത്യസ്ത ഗ്രൂപ്പുകൾക്കിടയിൽ സഹകരണവും പരസ്പര ബോധവും വളർത്തുകയും ചെയ്യുക. അഞ്ചാമത്തേത് ഡെമോക്രാറ്റിക് ഫങ്ഷനിങ് ആണ്. അതായത് തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയകൾ ഉൾക്കൊള്ളുന്നതും പങ്കാളിത്തപരവുമായിരിക്കണം. എല്ലാ ആളുകളുടെയും അഭിപ്രായങ്ങൾ കേട്ടും പരിഗണിച്ചും വേണം തീരുമാനങ്ങൾ എടുക്കാൻ. ആറാമത്തേത് ഫ്ലെക്സിബിൾ ഓർഗനൈസേഷൻ, അതായത് നമ്മുടെ
കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളോട് അനുയോജ്യമായി സ്ഥാപിത ഘടനയും സമീപനവും മാറ്റാൻ കഴിയുന്ന രീതിയിലായിരിക്കണം. ഏഴാമത്തേത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഇൻഡിജിനസ് റിസോഴ്സസ്, അതായത് മനുഷ്യ വിഭവശക്തിയും അതുപോലെ പ്രാദേശിക കഴിവുകളും ജ്ഞാനവും ഉൾപ്പെടെ നാട്ടിലുള്ള വിഭവങ്ങൾ, അതായത് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ച് സ്വയം പര്യാപ്തത നേടാൻ ശ്രമിക്കുക. അവസാനമായിട്ട് കൾച്ചറൽ ഓറിയൻറ്റേഷൻ, അതായത് കമ്മ്യൂണിറ്റിയിൽ നിലനിൽക്കുന്ന ആചാരങ്ങളും സംസ്കാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം മാനിക്കുകയും അതുപോലെ തന്നെ അതിനൊരു കോട്ടം വരുത്താത്ത രീതിയിലായിരിക്കണം നമ്മുടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകേണ്ടത്. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആ രീതിയിൽ വേണം അവിടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ഒരു കൾച്ചറൽ ഓറിയൻറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്. ഡെഫിനിഷൻ കണ്ടു, ഒബ്ജക്റ്റീവ്സ് കണ്ടു, പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, ഇത്രയാണ് നമ്മൾ നോക്കിയത്. അടുത്ത വീഡിയോ കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ.